ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തിൽ പിറന്നവരുടെ 2024 ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറയുകയാണ്, ഇത് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായ ഒരു സമയമാണ് ഈ 2024 ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസം. ഗുണകരങ്ങളായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതാണ്. പേടിക്കാനായിട്ട് നിങ്ങൾക്ക് യാതൊന്നും തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒഴിച്ചാൽ ബാക്കിയൊക്കെ എല്ലാം ഗുണകരം തന്നെയാണ്. നിങ്ങൾക്ക് വിദേശത്തൊക്കെ ഉന്നതമായ ജോലി ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ്. വിദേശ ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതൊക്കെ നടക്കാനും ഉള്ളവർക്ക് പ്രൊമോഷനൊക്കെ കിട്ടാനും ഒക്കെ സാധ്യതയുണ്ട്. ജോലി അന്വേഷിച്ചിരുന്നവർക്ക് മനസ്സിലിണങ്ങിയ അല്ലെങ്കിൽ ഉന്നതമായ ജോലിയൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. കോടതി കേസുകളിലേക്ക് അനുകൂല വിധി പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക്. നിങ്ങളുടെ സൽപ്പേര് നേടുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഈ രാഷ്ട്രീയ രംഗത്തുള്ളവർക്കൊക്കെ വളരെ ഗുണകരമായ സമയമാണ്. ഇതിലെടുത്തു പറയേണ്ടത് 3, 5, 7, 9, 12, 16, 19, 20, 29 എന്നീ തീയതികൾ നിങ്ങൾക്ക് ശുഭകരമായിട്ട് കാണുന്നില്ല. നല്ല കാര്യങ്ങളൊന്നും ഈ സമയത്ത് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് സഹപ്രവർത്തകരുടെയൊക്കെ സഹായം ലഭിക്കുന്ന ഒരു സമയമാണ് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസം. നിങ്ങളുടെ ഭാഗ്യധാരകങ്ങളുടെ സ്ഥിതിയൊക്കെ അനുകൂലം തന്നെയാണ്. കർമ്മരംഗത്ത് നിരവധി മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രകടമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. നാൽക്കാലിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടം, ഈ കൃഷിയിൽ നിന്നൊക്കെ വരുമാനം കണ്ടിരിക്കുന്നവർക്കൊക്കെ നേട്ടമാണ്. നാൽക്കാലിൽ നിന്നും നേട്ടം തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്ക് സഹോദര സ്നേഹം കൂടുതലായിട്ട് ലഭിക്കുന്നൊരു സമയമാണ്. പ്രയത്നങ്ങൾക്കൊക്കെ ഫലമുണ്ടാകുന്നതാണ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും. ക്രയവിക്രയങ്ങളൊക്കെ വിജയമുണ്ടാകുന്നൊരു സമയമാണ്. സുതാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാൽ പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധനപുരോഗതി ഉണ്ടാകുന്ന സമയമാണ്. ധനപുരോഗതി കാണുന്നു. നിങ്ങളുടെ ഇഷ്ടജനങ്ങളൊക്കെ ശത്രു ചേരിയിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങളുടെ വേണ്ടപ്പെട്ടവരൊക്കെ നിങ്ങൾക്കെതിരെ തിരിയാനുള്ള ഒരു സാധ്യത കാണുന്നു. ശത്രുദോഷം ചെറുതായിട്ടുണ്ട്. നിങ്ങൾ പ്രതിസന്ധികളിലൊക്കെ തളരാതെ പ്രവർത്തിക്കാനുള്ള ഒരു ആർജവം കാണിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് ഇച്ചിരി ഇച്ഛാശക്തിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ക്രയവിക്രയങ്ങളിൽ നിങ്ങൾക്ക് നേട്ടം തന്നെയാണ് കാണുന്നത്. ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു സമയമാണത്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഉദ്ദിഷ്ട കാര്യങ്ങൾ നിറവേറ്റുന്നതിന് വളരെയധികം കഷ്ടപ്പാട് നിങ്ങൾ സഹിക്കേണ്ടതായിട്ടൊക്കെ വരും. നിങ്ങളുടെ ക്ഷിപ്രകോപം പല അനിഷ്ടങ്ങൾക്കും വഴിയൊരുക്കുന്നതാണ്. ഗൃഹദോഷങ്ങളൊക്കെ നിലവിലുണ്ടായിരുന്നതൊക്കെ നിങ്ങൾ ചില്ലറ വഴിപാടൊക്കെ നോക്കി വെച്ചവർക്കൊക്കെ അതൊക്കെ കഴിച്ച് മാറിക്കിട്ടുന്നതാണ്. സന്താനങ്ങളുടെ സഹായം കൂടുതലായിട്ട് മാതാപിതാക്കൾക്കൊക്കെ ലഭിക്കുന്നൊരു സമയമാണ്. എന്തുകൊണ്ടും വളരെ നല്ലൊരു സമയമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഒരു ടേണിംഗ് പോയിന്റിലാണ്, നിങ്ങൾക്കൊരു വഴിത്തിരിവിലാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉന്നതങ്ങളിലൊക്കെ എത്താൻ പറ്റും. സാമ്പത്തികമായിട്ടൊക്കെ വളരെയധികം മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയമാണ്. അപ്പോൾ ഇതിൽ കർമ്മരംഗത്തൊക്കെ വളരെ മാറ്റങ്ങളുള്ള സമയമാണ്. ഇത് തീർച്ചയായിട്ടും ഉത്രട്ടാതി നക്ഷത്രക്കാർ നന്നായിട്ട് അറിഞ്ഞൊന്ന് തുനിഞ്ഞിറങ്ങിയാൽ നിങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. താൻ പാതി ദൈവം പാതി എന്നാണ്. അപ്പോൾ പകുതി ദൈവമായിട്ട് തരുന്നുണ്ട്. നിങ്ങൾ ബാക്കി പകുതി ചെയ്യാനുള്ള കർമ്മം ചെയ്യുക. എന്നിട്ട് അതിന് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നിങ്ങൾ തീർച്ചയായിട്ടും കർമ്മഫലത്തിൽ ഗുണഫലങ്ങളുടെ മാറ്റം വർദ്ധിപ്പിക്കാനും ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനുമായിട്ടൊക്കെ നിങ്ങൾ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഒക്കെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമോ, വ്യാഴാഴ്ചയാണെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രമൊക്കെ ദർശിക്കുന്നത് നല്ലതാണ്. ഭഗവാനെ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തിടപ്പള്ളിയിൽ പത്മമിട്ട് പാൽപ്പായസം ബ്രാഹ്മണൻ നിവേദിക്കുന്നതൊക്കെ ഗുണകരമാണ്. എല്ലാ കാര്യങ്ങളും ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഈശ്വര ഭജനം ചെയ്യുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതൊക്കെ മാറ്റി വളരെ ഗുണകരമായൊരു അന്തരീക്ഷം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാണ്. കർമാധിപനായിട്ട് വ്യാഴം നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ മാസങ്ങളിൽ. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യത്താൽ നല്ലൊരു സമയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.
തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.